ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊന്നുമല്ല, ഞാൻ മുമ്പ് ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഒരാഴ്ചയോളം ഞാൻ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ആ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റുന്നുള്ളത് വരത്തില്ല. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ വന്ന് റിയാക്ട് ചെയ്താലേ നമുക്ക് ഞാൻ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം 2 പേരായിരുന്നു ഏറി പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ജയറാം ഏട്ടനും 2 രമേശ് പിഷാരടിയും. രമേശ് പിഷാരടി പുള്ളിയുടെ ആ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ട് പുള്ളി മറ്റേ ഡബിൾ മീനിങ് സാധനം അടിച്ചേക്കുന്നത് വേറെ വിഷയം, അതൊരു സൈഡിൽ കൂടെ പോകട്ടെ. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ജയറാമേട്ടൻ്റെ കാര്യമാണ്. അപ്പം ഈ 2 ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കലാകാരന്മാരാണ് ഈ 2 പേര്. അപ്പൊ കമന്റ് ബോക്സിലൊക്കെ പലരും പറയുന്നതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ജയറാമേട്ടനെ പോലുള്ള വലിയൊരു കലാകാരനാണെങ്കിൽ ഏറിക്കയറ്റി വിടുന്നു, ഇങ്ങനെ ട്രോളന്മാരൊക്കെ ട്രോൾ ചെയ്യാണ്, നിങ്ങൾക്കൊന്നും വേറെ ഇതില്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുള്ള സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പുള്ളി ഭയങ്കര അതിവിനയം സ്റ്റാർ തന്നെയാണ് സുഹൃത്തുക്കളെ. കാര്യം എന്ന് വെച്ചാൽ രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ ജയറാമൻ എന്ന് പറയുന്ന ആ ഒരു നടനെ വലിയൊരു പ്രേക്ഷകർക്കിടയിലോട്ടൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്തതിൽ വലിയൊരു പങ്ക് വഹിച്ചേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജയറാം രാജസേനൻ കൂട്ടുകെട്ടുകൾ അതിൽ വന്നേക്കുന്ന സിനിമകൾ. അപ്പൊ ആ രാജസേനൻ അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് ഇന്റർവ്യൂസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ജയറാമേട്ടനെ പറ്റിയിട്ട്. ഈ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഫുള്ളായിട്ട് ജയറാമേട്ടനെ പറ്റിയിട്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ പുള്ളി ഏറിപ്പോകാനുള്ള കാരണം വായിക്കുന്നത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ഉഷ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉഷ പുള്ളിക്കാരിയുടെ ബ്രദറായിട്ടുള്ള ഹസീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒപ്പം ചെയ്തേക്കുന്ന ഒരു പടം, അതായത് തൻ്റെ മകനായിട്ടുള്ള കാളിദാസ് ജയറാം ചെയ്തിരിക്കുന്ന ഒരു പടമായിരുന്നു ഹാപ്പി സർദാർ എന്ന് പറയുന്ന 2019 ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു പടം ഇറങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു പടത്തിലോട്ട് അങ്ങനെ ഒരു ഹസീബ് എന്ന് പറയുന്ന വ്യക്തി അത് കമ്മിറ്റ് ചെയ്യാനുള്ള പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാമേട്ടൻ കൊടുത്തേക്കുന്ന ഒരു വാക്കിൻ്റെ പുറത്തായിരുന്നു. എന്ത് പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നോക്കിക്കോളാം, ഫുള്ള് ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളി ആ ഒരു സിനിമ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൈസ കയ്യിൽ നിന്ന് കുറേ പൊട്ടി കാര്യങ്ങളൊക്കെ അവസാനം സിനിമ 8 നില പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയുടെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കുറച്ച് മോശമായി പോയി. അതിനുശേഷം തിരിഞ്ഞു പോലും ജയറാമേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു സീനൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് അതിന് കുറെ വർഷങ്ങൾക്ക് മുന്നേ ജയറാമേട്ടൻ്റെ ഈ കുറെ തള്ളൽ പരിപാടികളൊക്കെ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് പുള്ളിയുടെ വൈഫ് തന്നെ പൊളിച്ചെടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. ഒപ്പം തന്നെ പുള്ളി ഇപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർക്കിടയിലോട്ട് നിൽക്കുന്നതിൻ്റെ പറ്റിയിട്ടൊക്കെ ഇതിനൊരു മറുപടി എന്ന നിലയിൽ പുള്ളി ഈ ട്രോൾസ് ഒക്കെ വരുന്നതിനൊക്കെ ഒരു മറുപടി റീസെൻ്റ്ലി ഒരു ഇന്റർവ്യൂലൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഹസീബ് പുള്ളി ചെയ്തേക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അതിൽ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന പടം, അത് ജയറാമേട്ടൻ തന്നെ അഭിനയിച്ചിരിക്കുന്ന പടമാണ്. ആ വർഷം തന്നെയാണ് ഹാപ്പി സർദാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് മുന്നത്തെ വർഷം കുട്ടനാടൻ മാർപ്പാപ്പ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അത്ര വലിയ വിജയവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എന്നാണെങ്കിൽ ഇനി ആ ഉഷ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട് ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയുക, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവൻ്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ജയറാമിൻ്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞത് ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട് വേണ്ട ഹസീബ്, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിൻ്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ അത് വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലേ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല എന്താണ്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ നസീബിനെ കാണാൻ വന്നു. അതിലേ പോയാൽ ഇപ്പോഴും നമ്മുടെ സെവനാർസ് വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ അസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷേ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം മകളുടെ കല്യാണമാണോ ആ സമയത്ത് അസീബിനെ വിളിച്ചപ്പോഴാണ് അസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി അസീബ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ് അസീബ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
ഈ സ്റ്റോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ. അങ്ങനെ നേരിട്ട് കാണാം എന്നൊക്കെ പുള്ളി പറഞ്ഞതിന് ശേഷം പുള്ളി പോയി കണ്ടിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുള്ളി ഇതിനകത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ മീഡിയാസിനകത്തൊക്കെ ആണെങ്കിൽ മീഡിയയുടെ മുന്നിലൊക്കെ പുള്ളിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിനയം കാണിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പോലും ആ ഒരു വിനയം തന്നെയാണ് പുള്ളി അവിടെ ഇട്ട് സംസാരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഡ്രിങ്കിങ് പ്രോബ്ലം ഒക്കെ ആയിട്ട് കുറച്ച് ക്രിട്ടിക്കലാണെന്നുള്ള നമ്മൾ അറിഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് കുറച്ച് ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ക്രിട്ടിക്കലാണെന്ന് അറിയുമ്പോൾ നേരെ വിളിച്ചൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, അതുപോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിട്ടിക്കലാന്ന് പറയുമ്പോഴത്തേക്കിന് പുള്ളി ആ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞേക്കുന്ന ആ സംഭവത്തെ പോലും കുറച്ച് അമിത വിനയം ഇട്ടിട്ട് ആ രീതിയിൽ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ പറയാണ് പുള്ളി. എന്തുവാ ജയറാമേട്ടാ ഇത്? ഇനി ഇത് കഴിഞ്ഞിട്ട് പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് അതുകൂടെ കേൾക്കാം. എൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, എൻ്റെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് അസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട പരി നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ല വിചാരിക്കുക, ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ പോലും പുള്ളി പിന്നീടൊന്നും തിരിഞ്ഞു നോക്കുക പോലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ഈ നമ്മുടെ മീഡിയ കാണുമ്പോൾ മാത്രം പുള്ളി ഭയങ്കര അതിവിനയം കാണിക്കുക, ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു വിനയം കാണിക്കുക. എന്നാൽ ആ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ള ഒരു കുലീനമായിട്ടുള്ള ആ സംഭവങ്ങൾ. പക്ഷേ പരോക്ഷത്തിൽ അയാൾ അങ്ങനെയല്ല എന്നുള്ളൊരു സംഭവം തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് കാലങ്ങളായിട്ട് രാജസേന ഇദ്ദേഹത്തെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഈ അമിത വിനയവും അമിതമായിട്ട് ഒരു നന്മമരം ആ ഒരു ഇമേജിലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് നമ്പാനെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇപ്പം ഉടായിപ്പാണെന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉടായിപ്പായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, കാര്യം അവർ ഉടായിപ്പാണ്. പക്ഷേ നമ്മൾ നല്ലതാണ്, നന്മമരമാണ്, അല്ലെങ്കിൽ ഒരു വിനയം ഭയങ്കരമായിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്പാൻ പറ്റൂല. ഇനിയും പുള്ളിനെ പറ്റിയിട്ട് തന്നെ ശാന്തിവള ദിനേശ് പുള്ളി പറഞ്ഞേക്കുന്ന കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. എന്ത് പറയാനല്ലേ, ഇവിടെ മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞ് കിരീടമൊക്കെ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയ കിരീട ഉണ്ണി മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞ പടം എടുത്തു 2000 പൊളിഞ്ഞു പാളീസായി എന്ന് പറയാം. അപ്പോൾ കിരീടം ഉണ്ണിയുടെ സ്ഥിരം കോസ്റ്റ്യൂമർ ഇന്ദ്രൻസ് ആയിരുന്നു. ആ ഇന്ദ്രൻസിനെ ഇതിൽ വെച്ചില്ല മില്ലേനിയം സ്റ്റാർസിൽ, കാരണം അതിനെ പറ്റിയ ഡിഗ്നിറ്റി ഒന്നും ഇന്ദ്രൻസിന് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ദ്രാ കിരീടത്തിൽ മൊത്തം നമ്മളെടുത്ത കോസ്റ്റ്യൂമില്ലേ, ആ കോസ്റ്റ്യൂം സല്ലാപത്തിൽ നമ്മളെടുത്ത കോസ്റ്റ്യൂമില്ലേ, ആ കോസ്റ്റ്യൂമിൻ്റെ വില ഒരു പടത്തിന് മുഴുവൻ എടുത്ത കോസ്റ്റ്യൂമിനേക്കാൾ വിലയായി ഇതിൽ ബിജു മേനോന് ഡ്രസ്സ് എടുത്തപ്പോൾ എന്ന് അഹങ്കരിച്ച പടമായിരുന്നു. പടം പൊളിഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ജയറാമുള്ള സെറ്റിൽ ചെന്നു. ജയറാമാണ് ഇതിലെ ബിജു മേനോൻ്റെ കൂടെ നായകൻ. കാറിൽ നിന്ന് കിരീട ഉണ്ണി ഇറങ്ങിയപ്പോൾ ജയറാം കൂകുകയാണ് സ്വീകരിച്ചതെന്ന് അന്ന് വലിയ വാർത്തയായി. പൊളിഞ്ഞ പടത്തിൻ്റെ പൊട്ടിയ പ്രൊഡ്യൂസർ വരണേ എന്ന് പറഞ്ഞ് കൂവിയിരുന്നു. ഹസീബിനെ എന്തായാലും കൂവിയില്ല. ഇപ്പോൾ ജയറാമേട്ടനാണെങ്കിലും പല നടന്മാരും ഇത്തരത്തിൽ ഓൺലൈൻ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നതിന് ശേഷം പണ്ടത്തെ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ഭയങ്കര ഭീകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണിച്ചിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മുൻപ് ചെയ്തേക്കുന്ന പല വലിയ സംഭവങ്ങളുണ്ട്. അതിനെപ്പറ്റിയിട്ട് അന്ന് പണ്ടത്തെ ഈ ഒരു സിനിമ സെറ്റുകളിലൊക്കെ വർക്ക് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂം ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ വന്ന് ഇന്ന് പല നടന്മാരെ പറ്റിയിട്ട് പറയാൻ നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ മമ്മൂക്കേനെ പറ്റിയിട്ട് ഇന്നിപ്പോൾ മമ്മൂക്കയും ഇതുപോലെ തന്നെ ഒരു സൂപ്പർ കിഡിൽ എന്നുള്ള ഒരു ഇമേജിൽ മീഡിയസിന് മുന്നിൽ നിൽക്കുമെങ്കിൽ പോലും മമ്മൂക്കേനെ പറ്റിയിട്ട് തന്നെ പല ആളുകളും വന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. മമ്മൂക്കേനെക്കാട്ടി നല്ല ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല. മുമ്പൊരിക്കൽ മനോജ് കെ ജയൻ പുള്ളിയുടെ കയ്യിൽ ആദ്യമായിട്ട് ഒരു ഐഫോൺ എന്തോ എടുത്ത സമയത്തേക്കിന് അത് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ എന്നെക്കാട്ടി ഭംഗിയുള്ള കോസ്റ്റ്യൂം അവർക്ക് കൊടുക്കാനുള്ള അങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ ഓരോരോ നടന്മാരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഈ അടുത്ത് ചർച്ച ആയിരിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് മമ്മൂക്കയുടെ ഹരിയോട് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഓരോ ആൾക്കാരെ പറ്റിയിട്ടും ഓൺലൈൻ മീഡിയാസിൻ്റെ ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ക്യാരക്ടറിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അന്ന് ജയറാമേട്ടനൊക്കെ ഇവിടെ വന്നിട്ട് അവരെയൊക്കെ കൂകി വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മളിപ്പോൾ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ അമിതമായിട്ട് വിനയങ്ങളൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പുള്ളി നടക്കുമ്പോഴത്തേക്കും എനിക്കൊന്ന് താടി തറയെ മുട്ടുന്നു. കാര്യം അത്രയ്ക്ക് വിനയം കാണിച്ച് കുമ്പിട്ട് അങ്ങനെ ഒരു വിനയം കാണിച്ചിട്ട് പുള്ളി തറയെ മുട്ടുകയാണ്. കാര്യം എന്ന് വെച്ചാൽ
സാധാരണ നമ്മൾ ഈ മനുഷ്യന്മാരുടെ ഒരു ലൈഫ് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെ കാണിക്കുമല്ലോ. ആദ്യം കുട്ടികളായിട്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ മുട്ടിലെഴുതി നടക്കാം, പിന്നെ പെയ്യെ എണീക്കും, പിന്നെ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ വന്ന് നമ്മൾ നേരെ നിന്നിട്ട് വീണ്ടും താഴോട്ട് നമുക്ക് പ്രായമാകുമ്പോഴത്തേക്കിന് വീണ്ടും നമ്മളിങ്ങനെ ബെൻഡായി പോകുന്ന സംഭവമല്ലേ കാണിക്കുന്നത്. പക്ഷേ ജയറാമേട്ടൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ ബെൻഡായിട്ട് തന്നെയാണ് ഈ ഒരു സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴും എടുത്ത് ഭാഗ്യരാജ് പുള്ളി മരണപ്പെട്ട സമയത്തേക്ക് ജയറാമേട്ടൻ മീഡിയാസിന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് തന്നെ പറയുന്ന കുറച്ച് കാര്യമുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. Great human being. Past 30-35 years, very good family friend. அவர் டைரக்ஷனில் நடிக்க முடிஞ்சது என்னோட புண்ணியம். அந்த ஃப்ரெண்ட்ஷிப் அதுதான் சொன்னேன் சார். 30 இயர்ஸுக்கு மேலான ஃப்ரெண்ட்ஷிப். அவர் கூட எல்லாம் ஒரு ஃப்ரெண்டாக இருக்கிறது, அவர் டைரக்ஷனில் நடிக்க முடிஞ்சது இதெல்லாம் தான் லைஃப்லேயே மிகப்பெரிய சந்தோஷம். இது ஒரு எதிர்பாராத இழப்பு சார். ஐயோ சொல்லவே முடியாது. ஜாக்கிரதையா இருக்கணும் உடல் நலத்துல அப்படிங்கிறது. அப்படி இல்லை சார், எல்லாம் கடவுள் ഇത്. പുള്ളി അവിടെ ആ മരണത്തിന് പോയിട്ട് വന്നതിന് ശേഷം പിന്നെയും ക്യാമറയുടെ ഒക്കെ മുന്നിൽ മൈക്കിൻ്റെ ഇങ്ങനെ തൊഴുകൈകളോടെ നിൽക്കുകയാണ്. അത്രയൊക്കെ നിൽക്കേണ്ട ഒരു ആവശ്യകതയൊക്കെ ഉണ്ടോ? കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ പല മീഡിയാസിൻ്റെയും ഒക്കെ മുന്നിൽ പോയിട്ട് ജയറാമേട്ടൻ ഭയങ്കര വിനയം കാണിച്ചിട്ടു. ഇത് ഭയങ്കര വിനയം എന്ന് വെച്ചാൽ വിനയം പ്രോമാക്സ് കുറച്ച് സാധനങ്ങളാണ് പുള്ളി അവിടെ മീഡിയാസിനെ ഒക്കെ മുന്നിൽ ഇങ്ങനെ കാണിക്കണത്. പിന്നെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ജയറാമേട്ടൻ്റെ ഒരു തള്ള് പരസ്യമായിട്ട് ഒരു ദയയില്ലാതെ പുള്ളിയുടെ വൈഫ് പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തതാണ്. നമുക്ക് അതോടെ ഒന്ന് കാണാം. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു പിഷാരടി കുട്ടി. ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നതല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ഇപ്പൊ എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ്. പുള്ളിയെ നൈസായിട്ടൊക്കെ പരസ്യം വേണ്ട ഒരു ദയയില്ലാതെ പുള്ളിക്കാരി അവിടെ നാട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് തള്ള് പുള്ളി അവിടെ പറഞ്ഞു, പുള്ളിക്കാരി പോലും വന്നിട്ട് ഇത് ഏത് കഥ ഇതെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടെങ്കിലും അത് തള്ളി വിടുകയാണ് പുള്ളി. അങ്ങനെ പിന്നെ ഇതിനകത്ത് ജയറാമേട്ടാണെങ്കിലും പിഷാരടി ഇവരൊക്കെ ആണെങ്കിലും ഈ തമാശ ഭയങ്കരമായിട്ട് കൈകാര്യം സ്റ്റേജിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പൊടികളും കുറച്ച് മസാലയൊക്കെ ചേർന്നിട്ടൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് ആസ്വാദനം ഉണ്ടാക്കുക എന്നുള്ളതിനാണ്. പക്ഷെ അന്ന് പുള്ളിയുടെ വൈഫ് ഇരിക്കുമ്പോൾ ഇത്ര വലിയൊരു കള്ളൊക്കെ പറഞ്ഞപ്പോഴേ പുള്ളിക്കാരി ഒരു ദേഹയില്ല എന്നിട്ടായിരുന്നു ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം ഈ അടുത്ത് പുള്ളിയുടെ മറ്റേ 2020 സിനിമയുടെ ക്ലൈമാക്സിന്റെ സംഭവത്തിൽ മലയാളത്തിൽ പറഞ്ഞ എന്താണ് മലയാള ഇന്റർവ്യൂവിൽ പറഞ്ഞൊക്കെ അന്ന് ശബരിമലയിൽ പോയെന്നും അപ്പുറം തമിഴ്നാട്ടിൽ പോയപ്പോൾ പൊങ്കലിന് ദീപാവലിയുടെ എന്തോ സമയം ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ അതിന് പോയി എന്നുള്ള രണ്ടിടത്തും രണ്ട് രീതിയിലായിരുന്നുള്ള പുള്ളി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടും ഇന്ന് ഈ ട്രോൾസ് ഒക്കെ വരുന്നതിനെ പറ്റിയിട്ടൊക്കെ പുള്ളി പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇങ്ങനെ പ്ലേ ചെയ്യാം. ആരുമായിട്ടും വഴക്കിന് പോകുന്നില്ല, ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ വിനയം കാണിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ട്രോളും കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെ സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന് ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. ഇതിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാവില്ല. എൻ്റെ ഒരു സ്ഥായിയായി എനിക്കത് മാറ്റാൻ പറ്റില്ല. എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ ഞാൻ എത്ര ഇപ്പം മാമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ബലം പിടിച്ചിരുന്നാലേ നമുക്ക് പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. ഇല്ല, ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ തിരിച്ച് സംസാരിക്കാറ്. അത് ചിലപ്പോൾ ചിലവർക്ക് നല്ലതായോ ചീത്തയോ തോന്നിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് എനിക്ക് ഗൗരവമായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്കും അറിയില്ല. ട്രോളുകൾ അവർക്ക് ട്രോളാനുള്ള ഒരു സാഹചര്യം മാക്സിമം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് തൊഴിലിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ട്രോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നത് കൊണ്ട് ഞാൻ നാളെ അഭിനയൊക്കെ നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും പോകാമെന്ന് അങ്ങനെയും വെക്കാൻ പറ്റില്ല. കാരണം ഇത് ജീവിത തൊഴിലായി കഴിഞ്ഞ 30-38 വർഷമായിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതും അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുക. അതല്ലേ എൻ്റെ ഇത്. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഇതിൽ എനിക്ക് പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്. അത് കറക്റ്റാണ്. ആൾക്കാർ അവരെയും കുറ്റം പറയുന്നില്ല. അവർ പറഞ്ഞതിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സിന് പറഞ്ഞത്, പക്ഷേ അത് 10-20 വർഷം മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല അത് എന്തിനാ പോയത് എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് ഇതാണോ അല്ല മെഡ്രാസിലേക്ക് പോയതാണോ എന്താണെന്ന് പിന്നെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ തന്നെ വർക്ക് ചെയ്തോട് ചോദിച്ചു. അവിടെ ആർക്കും ഓർമ്മയില്ല. അതുകൊണ്ടാണ് അവിടെ ഞാൻ 5-6 ദിവസം നിന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് 10-20 വർഷത്തെ കാര്യമല്ലേ. 2020 അതെ അതെ ഇല്ലാന്ന്. അതെ അതെ പ്രായാധിക്യം കൊണ്ടാവാം മറവികൾ വരുന്നത്. അതെ അതെ അത് മനഃപൂർവ്വമല്ല. പിന്നെന്തോ അതിനിപ്പം പ്രായമായതിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് ജയറാമേട്ടൻ നേറി പോയതിന് ശേഷം പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്താണെങ്കിലും ഇത്രയും കിട്ടും. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.